ഡോക്ടർ കെ, കേരയിൽ, കെ ഫോൺ, കെ റൈസ് എന്നൊക്കെ പറയുന്നത് പോലാണ് ഡോക്ടർ കെ. ആളൊരു ഇടതനാ, ഇടം കയ്യനാ. എഴുതുന്നത് ഇടതൈ കൊണ്ടാണ്, ഭക്ഷണം കഴിക്കുന്നത് ഇടതൈ കൊണ്ടാണ്, അല്പം ഇടത്തോട്ട് ചരിഞ്ഞാണൊരു നടപ്പ് തന്നെ. പിന്നെ കിടന്നുറങ്ങുന്നത് ഇടത്തോട്ട് മാത്രം ചരിഞ്ഞാണ്. സാധാ ഡോക്ടർ അല്ല. എല്ലും പല്ലും കണ്ണും ഒക്കെ നോക്കും. മറ്റേ നമ്മുടെ ചെവി, മൂക്ക്, തൊണ്ടയാദികൾ നോക്കും, ഹാർട്ട് പരിശോധിക്കും, ലിവർ, കിഡ്നി, എല്ലാ പരിശോധനകളും നടത്തി ചികിത്സ വിധിക്കുന്ന അതിവിദഗ്ധനായ ഡോക്ടറാണ് നമ്മുടെ ഈ ഡോക്ടർ കെ. അദ്ദേഹം ഒരു രോഗിയെ പരിശോധിക്കുക. രോഗി കതറായിട്ടിരിക്കുന്നത്. അയാളുടെ കണ്ണിൽ രാവിലെ എന്തോ ഒരു കരട് പോയൊരു സംഭവമാണ്. വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നിയപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് വന്നതാ. ഡോക്ടർ പരിശോധിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ, ഡോക്ടറുടെ കണ്ണിൽ എന്തോ ചില എരിച്ചിലും അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പുകച്ചിലും ഒക്കെ ആയിട്ട് ചില അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് കണ്ണ് തിരുമ്പുന്നുണ്ട്. അപ്പൊ ഈ കിടക്കുന്ന രോഗിക്ക് മനസ്സിലായി എന്തോ ഡോക്ടറുടെ കണ്ണിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറുടെ കണ്ണിൽ നിന്ന് എന്തോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ അപ്പം തന്നെ ഈ രോഗിയെയും ഡോക്ടറെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കർട്ടനുണ്ട്, അതിട്ടിട്ട് കണ്ണാടിയിൽ പരിശോധിച്ചപ്പോൾ എന്തോ ചില സാധനങ്ങൾ കണ്ണിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി അത് ഊരിയെടുത്ത് പരിശോധിച്ചു. അവ 2-3 കോലുകളായിരുന്നു. നോക്കുമ്പം അതിൽ എഴുതിയിരിക്കുന്നത് SDPI പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, SDPI കോട്ടാങ്ങൽ പഞ്ചായത്ത് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ചൈനീസ് ഭാഷയല്ല. പക്ഷെ മാതൃഭാഷ ചൈനീസ് ആയതുകൊണ്ട് ഡോക്ടർക്ക് മനസ്സിലായി. കാര്യം പെട്ടെന്ന് പിടികിട്ടി. SDPI എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖമാണ്. അവരുടെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. RSSന് BJP എന്നൊക്കെ പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിന് SDPI. പക്ഷെ ഈ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം SDPI ഒരല്പം ഒന്ന് പത്തി താഴ്ത്തി കിടക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തു. അതായത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് വോട്ടൊന്നും കിട്ടിയില്ല. ഫലത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് വീണില്ല. പക്ഷെ ഇക്കുറി ഞങ്ങൾ മത്സരിക്കുന്നില്ല. പകരം ഞങ്ങളുടെ വോട്ടുകൾ UDFന് നൽകുകയാണ്. കാരണം ഇക്കുറി കോൺഗ്രസ് ജയിക്കണം. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കും മറ്റും അത് അത്യാവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതവർ ഏകപക്ഷീയമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. UDF അവരോട് സംസാരിച്ചിട്ടില്ല, അവർ UDFനോട് സംസാരിച്ചില്ല, ആരും വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ അവരങ്ങ് തീരുമാനിച്ചു ഇക്കുറി ഞങ്ങളുടെ വോട്ടുകൾ UDFനാണ്. വാസ്തവത്തിൽ ഈ തീരുമാനമാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ കെയുടെയും മറ്റേ കതറിട്ട രോഗിയുടെയും കഥ ഓർമ്മിക്കാനായിട്ട് ഒരു പ്രേരകമായത്. UDFനെ സംബന്ധിച്ചുള്ള ഈ SDPIയുടെ പിന്തുണ വാസ്തവത്തിൽ ഒരു വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയത്. ഒരു തരം അസ്വസ്ഥത, കണ്ണിൽ കരടുപോയ ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കിയത്. ഒരു പാർട്ടി വോട്ട് തരാമെന്ന് പറയുക, അത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ പറയുന്ന ആരാ? SDPIയുടെ രാഷ്ട്രീയം എന്തുവാ? ഇസ്ലാമിക തീവ്രവാദമാണ് അവരുടെ പ്രത്യയശാസ്ത്രം. അവരുടെ മാതൃസംഘടന പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിലാണ്. അത്തരത്തിലൊരു പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ ഇത് വോട്ടാണ്, തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഇവരുടെ വോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഇതാ കോൺഗ്രസിന്റെ വർഗീയ മുഖം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അവരുടെ വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇതാ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരായിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ പ്രചരണം ഉണ്ടാവും. അങ്ങനെ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും മേല എന്നൊരു അവസ്ഥയാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയത്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ കോൺഗ്രസ് വോട്ട് ഞങ്ങൾ സ്വീകരിക്കും, വോട്ട് ആരുടേതായെങ്കിൽ എന്താ, ഏത് പാർട്ടിയാണെന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാറാണ് പതിവ്. പക്ഷേ അവർക്കൊരല്പം ബുദ്ധിയും ബോധവും ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവരാലോചിച്ചു, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് SDPIയുടെ പാർട്ടി എന്ന നിലയിലുള്ള വോട്ട് വേണ്ട. നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ മുസ്ലിമിന്റെ കോണിക്ക് വോട്ട് ചെയ്യേണ്ട, കേരള കോൺഗ്രസിന്റെ 2ലേക്ക് വോട്ട് ചെയ്യേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട. വളരെ കൃത്യമായൊരു തീരുമാനം എടുക്കുകയാണ് കോൺഗ്രസ് ഈ കുറി ചെയ്തത്. ഈ കണ്ണിൽ വീണ കരടിന്റെ അസ്കരി ഉണ്ടല്ലോ, കോൺഗ്രസ്സുകാർ ഇത്ര പെട്ടെന്ന് കുടഞ്ഞ് തെറിപ്പിച്ച് അതിൽ നിന്ന് മോചിതരാകുമെന്ന്
മതനിരപേക്ഷ കക്ഷികളായ BJP-യോ CPM-ഓ കരുതിയതല്ല. അതേസമയം നമ്മുടെ ഡോക്ടറുടെ കണ്ണിലെ ആ വലിയ കോലുകളുണ്ടല്ലോ, അത് അവിടെ തന്നെ ഇരിക്കുകയുമാണ്. കോൺഗ്രസ്സുകാരുടെ തട്ടിത്തെറിപ്പിച്ചു, പക്ഷേ വലിയ കോലുകൾ CPM-ന്റെ കണ്ണിലിരിക്കുന്നു. പത്തനംതിട്ട നഗരസഭ നോക്കുക, 3 SDPI അംഗങ്ങളാണ് അവിടെ ജയിച്ചത്. അവിടെ ഒരു സ്വതന്ത്രയും ജയിച്ചു. CPM-ന് ഭൂരിപക്ഷമില്ല. SDPIയുടെ പിന്തുണ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ UDF-ന് നഗരസഭാ ഭരണം പിടിക്കാം. അവരത് വേണ്ടത് വെച്ചു. അപ്പം CPM എന്ത് ചെയ്തു? ഇവരുടെ പിന്തുണയോടുകൂടി 3 SDPI അംഗങ്ങളുടെയും അവരുടെ ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണയോടുകൂടി അവര് പത്തനംതിട്ട നഗരസഭയുടെ ഭരണം ഏറ്റെടുത്തു. ഈ SDPIയുടെ സ്വതന്ത്ര എന്ന് പറയുന്ന ആളിനെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഉപാധ്യക്ഷയാക്കി. ഈ മറ്റ് 3 അംഗങ്ങളിൽ ഒരാളെ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ അധ്യക്ഷനാക്കി. ബാക്കി 2 പേരെയും വിദ്യാഭ്യാസ സമിതിയിൽ അംഗങ്ങളാക്കുകയും ചെയ്തു. അങ്ങനെയാണ് പത്തനംതിട്ടയിലെ CPM അല്ലെങ്കിൽ ഇടതു മുന്നണി ഭരണം പിടിച്ചത്. മറ്റൊരു കോല് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. മല്ലപ്പള്ളി ബ്ലോക്കിലാണെന്ന് തോന്നുന്നു, കോട്ടാങ്ങൽ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. അവിടെയും ഇടതു മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അവര് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ SDPIയുടെ ഒരു അംഗം അവർക്ക് അവിടെ ലഭിച്ചത് ഒരു സീറ്റാണ്. ആ അംഗത്തിന്റെ പിന്തുണ കൊണ്ടാണ് കോട്ടാങ്ങൽ പഞ്ചായത്തിൽ അവര് ഭരണം പിടിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ ആവണീശ്വരം പഞ്ചായത്തിലും ഇതുപോലെ ഭരണം ഉറപ്പിച്ചു നിർത്തുന്നതിന് SDPIയുടെ പിന്തുണ സ്വീകരിച്ച പാർട്ടിയാണ് CPM. നമ്മൾ ഈ SDPI ഒരു വർഗീയ കക്ഷി എന്നൊക്കെ പറയുമെങ്കിലും CPM-ഉം അവരും തമ്മിലുള്ളത് അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല, ഒരു രഹസ്യ ബാന്ധവമാണ്. വേണേല് ലിവിങ് ടുഗദർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ. പണ്ട് PDP-യോട് അത്തരത്തിലൊരു ബന്ധമാണ് നമ്മൾ പുലർത്തിയിരുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിലെ പല പ്രവർത്തകരും ചില ചെറുകിട നേതാക്കളും ഈ CPM-ലേക്ക് നുഴഞ്ഞു കയറുകയാണ് ചെയ്തത്. കാരണം അവർക്ക് പോപ്പുലർ ഫ്രണ്ടായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുപോലെ SDPI ആയിട്ട് നിന്നിട്ടും കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി. അപ്പൊ അവരെന്താ ചെയ്തത്? അവരോട് ചങ്ങാത്തം പുലർത്തിയിരുന്ന CPM-ന്റെ അണികളിലേക്ക് അവരങ്ങോട്ട് നുഴഞ്ഞു കയറി. ഈ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് ഒരു നല്ല ഒന്നാന്തരം രാഷ്ട്രീയ തന്ത്രമാണ്. ആരും അറിയില്ല. നമ്മൾ മറ്റുള്ള സംഘടനകളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി അവരെ കുഴപ്പത്തിലാക്കുന്നതിനൊപ്പം നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഒരവസരം വരുമ്പോൾ ആ കൂട് പൊട്ടിച്ചു പുറത്തേക്ക് വരിക. അത് എല്ലായിടത്തും എല്ലാ കാലത്തും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. RSS ഒക്കെ അത് വളരെ വിജയപൂർവ്വം ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് തുരുതുര വിട്ടുപോകുന്ന പല നേതാക്കളെയും RSS വളരെ കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി പ്ലാനിങ്ങോടുകൂടി കോൺഗ്രസിലേക്ക് കടത്തിവിട്ടതാണെന്ന് പറയുന്ന ഒരു വാദം, ഒരു രാഷ്ട്രീയവാദമുണ്ട്. നമ്മുടെ തെക്കൻ കേരളത്തിൽ SDPIയുടെ നോമിനിയായ ഒരു CPM MLA തന്നെ ഉണ്ട് എന്നാണ് ചില തൽപര കക്ഷികൾ പറഞ്ഞു വരുത്തുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോഴിക്കോട് എളമരം കരീമിനും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നമ്മുടെ ആരിഫിനും SDPIയുടെ ഒക്കെ വോട്ട് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അത് കിട്ടുകയില്ല എന്നൊന്നും പറയാറായിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ UDF-ന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ വോട്ടുകളെല്ലാം UDF-നാണെന്നൊന്നും ആരും കരുതണ്ട. ഞങ്ങൾക്ക് കരീം സാഹിബിന് വോട്ട് ചെയ്യുന്നതിനെന്താ, ആരിഫിന് വോട്ട് ചെയ്യുന്നതിനെന്താ. ആരിഫിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രത്യേക താല്പര്യം കൂടെ ഉണ്ട്. അതായത് ഈ പൗരത്വ ഭേദഗതി നിയമം ലോക്സഭയിൽ വന്നപ്പോഴേ അതിനെതിരെ കല്ലുപോലെ ഉറച്ചു നിന്ന ഒരു MP ആയിരുന്നു ആരിഫ്. അത് ശരിയാ. പക്ഷേ കേരളത്തിൽ നിന്ന് അദ്ദേഹം മാത്രമേ ഈ ഭേദഗതി ബില്ലിനെ എതിർത്തുള്ളൂ എന്നാണ് CPM പറയുന്നത് ആരാ? സാക്ഷാൽ നമ്മുടെ പിണറായി വിജയൻ സഖാവ. അപ്പൊ നമുക്കൊട്ട് അത് വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. ബാക്കിയുള്ള സകല 19 UDF MP-മാരും ഈ കാര്യത്തിൽ കാര്യമാറിക്കളഞ്ഞു. നമ്മുടെ TN പ്രതാപനുണ്ടല്ലോ, അദ്ദേഹമെങ്കിലും നമ്മുടെ ആരിഫിന്റെ കൂടെ ഒന്ന് ഉറച്ചു നിന്നിരുന്നെങ്കിൽ നമുക്ക് ഈ പൗരത്വ ഭേദഗതി ബില്ല് എടുത്ത് ചവറ്റുകൊട്ടയിലെറിയാമായിരുന്നു. ഇനി ആരിഫ് ജയിച്ച് ചെന്നിട്ട് വേണം നമ്മുടെ ഈ ബില്ലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു 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 പോംവഴി കാണാൻ. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ കരീം സാഹിബും കൂടെ ഉണ്ടെങ്കിൽ, എടവരം സാഹിബും കൂടെ ഉണ്ടെങ്കിൽ ആരിഫിന്റെ ജോലി വളരെ എളുപ്പമാകും.
അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പം അവർക്ക് വോട്ട് ചെയ്തു കൂടായിക ഒന്നുമില്ല. കോൺഗ്രസിന്റെ മറ്റൊരു ദുര്യോഗം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ബസ്സിലോ കാറിലോ പോകുമ്പോൾ നമ്മുടെ ഒരു ക്ഷേത്രം കാണുന്നു, അപ്പോൾ ഒന്ന് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒരു ദണ്ഡ നമസ്കാരം നടത്തുന്നു, അല്ലെങ്കിൽ ആ ഭണ്ഡാരപ്പെട്ടിയിൽ 10 രൂപ ഇടുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ സകല കോൺഗ്രസ്സുകാരനും മൃദു ഹിന്ദുത്വവാദിയാണെന്ന് പറയും. ഇനി ഒരു മുസ്ലിം സഹോദരനെ കാണുകയോ അദ്ദേഹത്തെ ഒന്ന് ആശ്ലേഷിക്കുകയും ചെയ്താൽ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്താൽ സകല കോൺഗ്രസ്സുകാരെയും CPM-കാരും BJP-കാരും ചേർന്ന് മുസ്ലിം തീവ്രവാദികൾ ആക്കും. ഇപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ SDPI ഈ ഒരു തീരുമാനം വളരെ മുൻകൂട്ടി എടുത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള പല പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് വോട്ട് ചെയ്യാനല്ല, ഞങ്ങളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി കോൺഗ്രസിന്റെ നേതൃത്വത്തിലെങ്ങാണ് ഒരു ഗവൺമെന്റ് വന്നാൽ അപ്പൊ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമല്ലോ, അതിന് ഞങ്ങൾ മുൻകൂട്ടി UDF-ന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ എന്നൊരു വാദമുണ്ട്. വോട്ടൊക്കെ ചെയ്യാൻ പോകുന്നത് CPM-ന് തന്നെയാണ് എന്നാണ് ആ വാദം ഉന്നയിക്കുന്നവർ പറയുന്നത്. രണ്ടാമത്തേത്, ഇതൊരു കെണിയായിട്ട് കരുതുന്നവരാ. അതായത് SDPI പോലൊരു പാർട്ടി UDF-ന് പിന്തുണ നൽകുന്നു എന്ന പ്രതീതി വരുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും അകറ്റി നിർത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് മറ്റു ചില ആളുകൾ SDPI-യുടെ ഈ തീരുമാനത്തെ വ്യാഖ്യാനിക്കുന്നത്. SDPI-യുടെ വോട്ട് ആർക്കാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, UDF-നാണോ LDF-നാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത്തരത്തിലൊരു തീരുമാനം SDPI എടുത്തതിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ഇത്തവണ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് UDF-നാണ് എന്ന തിരിച്ചറിവാണ്. മണിപ്പൂരില് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് ക്രൈസ്തവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന മതപീഡനങ്ങള്, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള പ്രശ്നങ്ങള്, അങ്ങനെ വല്ലാത്തൊരു ഭയപ്പാടിൽ നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. അവര് വളരെ ആശങ്കയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കുറി CPM-നെ പോലുള്ള പാർട്ടികളെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. ഇന്ത്യ മുന്നണി ജയിച്ചു വരണം. കേരളത്തിലെ ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും CPM-ഉം എതിരായിട്ട് മത്സരിക്കുന്നതൊക്കെ മറ്റൊരു രാഷ്ട്രീയമാണ്. ഇവിടെ CPM-ന് 2-3 സീറ്റ് ലഭിച്ചത് കൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ BJP-യെ ചെറുക്കാനാവില്ല. അപ്പോ ജയിച്ചു വരേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഭിന്നിച്ചു പോകാൻ ഇടയാക്കുകയോ അല്ലെങ്കിൽ വോട്ട് CPM മുന്നണിക്ക് നൽകി പാഴാക്കുകയോ ചെയ്യുന്നത്, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവരുതെന്നാണ് ഇവിടുത്തെ യഥാർത്ഥ ന്യൂനപക്ഷം ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ SDPI ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.